ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖാണല്ലോ അല്ലേ? അപ്പോ ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഞാൻ അൺബോക്സിംഗ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് നമ്മളെ ഒരു ഫുഡ് പ്രോസസർ ആണ്. ഞാനിവിടെ കെൻവുഡിന്റെ 900 വോൾട്ടിന്റെ ഒരു ഫുഡ് പ്രോസസർ വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം നല്ല യൂസ്ഫുൾ ആണ്. മാത്രമല്ല നമുക്കിപ്പോ ഇവിടെ വേൾഡ് ഫുഡ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രമാണിച്ച് ലുലുവില് നല്ല ഓഫർ ഉണ്ട്. അപ്പൊ 500 സംതിങ് ആണ് ഇതിന്റെ റേറ്റ് ഒക്കെ വരുന്നത്. നമുക്ക് 339 ഓഫർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വാങ്ങിയെങ്കിൽ നമുക്ക് ഒന്നുകൂടി നല്ല വില കുറവിൽ ഇത് സംഭവം കിട്ടുന്നതായിരിക്കും. ഞാൻ ഈ ഒരു സാധനം വാങ്ങാൻ വിചാരിച്ചിട്ട് കുറെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മള് ഇപ്പൊ ഇങ്ങനെ ഒരു ഓഫർ കണ്ടപ്പോൾ വേഗം വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ആ ടൈമിൽ എന്റെ അൺബോക്സിംഗ് വീഡിയോ ആയിട്ട് ഇത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് ഉപയോഗിച്ചിട്ട് കുറച്ചും കൂടി നല്ലതാണ് നമ്മൾ വിചാരിച്ച ആ ഒരു റേഞ്ചിലേക്ക് ഇത് ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഇടാന്ന് വിചാരിച്ച്. അപ്പോൾ കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനം തന്നെ കേട്ടോ. കുറേ കാര്യങ്ങൾക്ക് നമുക്ക് യൂസ്ഫുൾ ആണ്. പ്രത്യേകിച്ച് നമുക്ക് ചപ്പാത്തി മാവൊക്കെ കുഴക്കാനും അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആണ്. അപ്പൊ നമ്മൾ വാങ്ങാനൊക്കെ നോക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ടായെന്നുള്ളതൊക്കെ നോക്കിയിട്ട് വാങ്ങണം. അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വഴിയെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഓഫർ എന്ന് പറയുന്നത് നവംബർ 10 വരെയാണ്. അപ്പൊ ആ ഒരു സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം വാങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി റേറ്റ് കുറവിൽ ഈ സാധനം കിട്ടും. അടിപൊളി ബ്രാൻഡും ആണ്. കെൻവുഡ് എന്ന് പറയുന്ന ബ്രാൻഡിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ബ്രാൻഡും ആണ്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ സമയത്ത് വാങ്ങുക. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ കൂടുതലായിട്ടും ഉപകാരത്തിൽ വരിക നമ്മള് സ്ത്രീകൾക്കാണ്. പുരുഷന്മാർക്കും ഉപകാരത്തിലുള്ള തന്നെയാണ്. കാരണം ബാച്ചിലർ റൂമിൽ നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് വളരെയധികം ഉപകാരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ്. കാരണം കുറെ കാര്യങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആണ് കേട്ടോ. ഓഫർ കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ പർച്ചേസ് ചെയ്യുമെങ്കിൽ നിങ്ങൾക്കും അത് ഗുണമായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതിന്റെ ഓരോ ഐറ്റംസിന്റെ ഗുണങ്ങൾ എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ അധികം ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, നല്ല അടിപൊളിയായിട്ടുള്ള പാക്കിംഗ് ആണ് കേട്ടോ. നമുക്കങ്ങനെ നമ്മളെ ടൂൾസൊക്കെ നാശാവൂ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല രസത്തിൽ ഇവർ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇവൻ നമുക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനായാലും ഒക്കെ ഇതേപോലെ പാക്ക് ചെയ്തിട്ടുള്ള ഇതായ കാരണം സുഖമായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ടൂൾസ് ഒന്നും നാശമായി പോകുന്നില്ല. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് ഇറക്കി വെച്ച ശേഷം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതെങ്ങനെയാണ് ഓരോന്ന് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിലാണ് നമ്മളെ ബ്ലേഡൊക്കെ ഇവർ വെച്ചിട്ടുള്ളത്. ബ്ലേഡ് സെപ്പറേറ്റ് ആയിട്ട് ഇതേപോലെ പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 3 ഡിസ്ക്കാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. മോട്ടറൊക്കെ ഉള്ള ആ ഭാഗമാണ് കേട്ടോ. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കണ്ടില്ലേ, ഇതേപോലെ 4 സ്റ്റാൻഡ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് നമ്മളെ മിനുസുള്ള ഭാഗത്തും അതുപോലെ ടൈലിലൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ സ്ലിപ്പായിട്ട് പോകാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട് സ്റ്റേബിളായിട്ടിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റാൻഡ് നമുക്ക് ഉള്ളത്. അതും നല്ല ഒരു ഹെൽപ്പാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഇവരെ ഇതിൻ്റെ ഇതൊക്കെ കോഡൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതുപോലെ തന്നെ ഇതേപോലെ പിടിച്ച് കഴിഞ്ഞാൽ നമുക്കിതേ പൾസ് ചെയ്യുന്നതും അതുപോലെ തന്നെ 1 2 3 4 എത്ര സ്പീഡ് ലെവൽ എന്നുള്ളതൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ജാറ് കിട്ടുന്നുണ്ട്. ഇതിലൊക്കെ കണ്ടില്ലേ, ഈ ഒരു അളവ് വരെ നമുക്ക് സാധനങ്ങൾ ഇടാനായിട്ട് പറ്റും. അതിൽ കൂടുതൽ നമ്മൾ ഇടാനായിട്ട് പാടില്ല. ആ ഒരു അളവിൽ മാത്രം നമ്മൾ ഇടുക. അപ്പോൾ ഇതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന ബൗള്. ഇതേപോലത്തെ 2 ബൗള് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ ബൗളിൻ്റെ ഒപ്പം ഓരോ ആ ഒരു അളവിൻ്റെ ഇത് അവിടെ കാണിക്കുന്നുണ്ട്. അതിനനുസരിച്ച് വേണം നമ്മൾ ഇടാൻ. അപ്പോൾ ബ്ലേഡൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എടുക്കാനൊക്കെ. കാരണം പെട്ടെന്ന് കൈ മുറിയാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ ഷാർപ്പുള്ള ബ്ലേഡുകളാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മളെ ബൗളിൻ്റെ ലിഡാണ് കേട്ടോ.
അപ്പോൾ ഇത്രക്കൊക്കെ ഐറ്റംസാണ് ഇതിലുള്ളത്. ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം, അപ്പോഴാണ് നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവുള്ളൂ. പിന്നെ നമുക്ക് കിട്ടുന്ന ഈ ഒരു ജാറില്ലേ, ഈ ജാറിൻ്റെ അടിയിലത്തെ ഈ ഒരു ഇത് തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ചെറിയ ജാറിൽ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതേപോലെ കണ്ട, ഇതിൽ നമുക്ക് ഗരം മസാല അങ്ങനത്തെ ഐറ്റംസൊക്കെ സുഖമായിട്ട് അടിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചതഞ്ഞ് കിട്ടുന്നുണ്ട്, ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. പൊടി ഐറ്റംസൊക്കെ നല്ല സുഖമായിട്ട് അടിച്ചെടുക്കുക. അതുപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിങ്ങനെ അടിച്ച ശേഷം ഇതേപോലെ മൂടി വെച്ചിട്ടൊക്കെ പുറത്ത് കൊണ്ടുപോകാനായാലും നമുക്ക് ഉപകാരത്തിലേക്ക് പെടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഫുഡ് പ്രോസസ്സർ യൂസ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് വർക്ക് ആവണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മെയിൻ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലേ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിത് ഇതേപോലെ വെച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ബൗൾ എന്ന് പറയുന്നത്. അത് ഈ ടൂളിൻ്റെ ഉള്ളിൽ കൂടി നമ്മളിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കണം. കണ്ടില്ലേ, ഇവിടെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കണം. സേഫ്റ്റി ലോക്ക് ഉണ്ട് കേട്ടോ. ഈ സേഫ്റ്റി ലോക്കായാൽ മാത്രമേ ഈ മെഷീൻ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ നമ്മളെ ബീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതേപോലെ ഇത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ സാധാ ബീറ്ററൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എഗ്ഗും അതുപോലെ തന്നെ ക്രീമൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് വളരെ എളുപ്പത്തിൽ ബീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ഇതേപോലെ ഈ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് ടൂളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ലിഡില്ലേ അത് വെച്ച് കൊടുക്കുക. ഇതിനും നമുക്കൊരു സേഫ്റ്റി ലോക്ക് ഉണ്ട്. അത് ലോക്കായാൽ മാത്രമേ നമുക്ക് വർക്കാവുള്ളൂ. അപ്പോൾ ഇതേപോലെ അത് ലോക്കാക്കുക. അപ്പോൾ ഇതിൽ ഞാൻ എഗ്ഗ് ഇടുന്നില്ല കേട്ടോ. ഇനി നമ്മളിത് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് താനെ ബീറ്റായിട്ട് കിട്ടും. നമ്മളിതിങ്ങനെ കയ്യിൽ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ചോപ്പ് ചെയ്യാനാണ്. അതായത് നമുക്ക് കുറേ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വലിയ ബൗൾ യൂസ് ചെയ്യാം, അതിലും പറ്റും. നമുക്ക് കുറച്ചൊക്കെ ഉള്ളതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബൗൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്കിത് ചോപ്പ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈ നൈഫ് ബ്ലേഡാണ് കേട്ടോ. അത് നമ്മൾ ഈ ബ്ലേഡ് അതിലേക്ക് ഇട്ടുകൊടുത്ത ശേഷം ഈ ടൂളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബ്ലേഡൊക്കെ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കെയർ ചെയ്യണം കേട്ടോ. കൈയൊക്കെ നന്നായിട്ട് മുറിയാൻ ചാൻസ് ഉണ്ട്. നല്ല ഷാർപ്പാണ് ഇതിൻ്റെ ബ്ലേഡ്. അപ്പോൾ അതൊക്കെ നമ്മൾ കെയർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കുന്നത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ലിഡ് ഇട്ട് കൊടുക്കുക. നമ്മൾ ലോക്ക് ചെയ്യണം കേട്ടോ. ലോക്ക് ചെയ്ത ശേഷം ഇതേപോലെ ഇതിൻ്റെ മുകളിൽ ഈ ഒരു മൂടി വെച്ചെടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഈ 1 2 അതേപോലെ ഇട്ട് കൊടുത്തിട്ടാണ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ക്രഷ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുന്നില്ല, അങ്ങനെ ചെയ്യാനും നമുക്കിതിൽ പറ്റും കേട്ടോ. ഇനി ഇത് ഓപ്പൺ ചെയ്യുക. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഫൈനൽ പേസ്റ്റ് ആക്കി എടുക്കാനും നമുക്ക് പറ്റും. പിന്നെ ഇതിൽ നിന്ന് നമ്മളിത് പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ബ്ലേഡ് നീക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്ലേഡിനെ നീക്കുക. എന്നിട്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്ക് ഇഞ്ചും പുളിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒന്നുകൂടി നല്ല സുഖമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ഈ സവാള ഒക്കെ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിൻ ബൗളില്ലേ അതിലേക്ക് നമുക്ക് ആ ടൂളിൻ്റെ മുകളിൽ കൂടെ ഈ ഒരു നമ്മളെ ബ്ലേഡ് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ സവാള ജസ്റ്റ് ഒന്ന് 2 കഷ്ണമായിട്ട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ കുറച്ചിടുന്നുള്ളൂ. നമുക്ക് ആ ഒരു മാക്സിമം അവർ കാണിക്കുന്നുണ്ട് അതിൽ, അതുവരെ നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇതിൽ ഇത്രയും ഇട്ടിട്ട് കാണിക്കുന്നുള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് കൊടുക്കുക. കണ്ടില്ലേ ചോപ്പായി വരുന്നത്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നിങ്ങൾ ബ്ലേഡ് നീക്കുക. ഇനി ഇത് നമുക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നമുക്ക് മല്ലിച്ചപ്പ് പുതിന അതൊക്കെ ഇട്ടെടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ചീരൊക്കെ അല്ലേ. ഇനി ഞാനിവിടെ നിങ്ങൾക്ക് ഇതേപോലെ ടൊമാറ്റോ ആക്കുന്നതും കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് നടു കീറിയിട്ട് ഇട്ടുകൊടുത്താൽ മതി കേട്ടോ.
അപ്പോൾ നമുക്ക് കുറച്ചധികം ക്വാണ്ടിറ്റി ഇടാം കേട്ടോ. ഞാൻ ഈ ആകെ ഇത്രേ കാണിക്കുന്നുള്ളൂ. നമുക്ക് അതിലൊരു മാക്സിമം എന്ന ഇത് നമ്മൾ ഈ ഒരു ബൗളിൽ കാണിക്കുന്നുണ്ട്. അത്രയും വരെ നമുക്ക് ഇടാം കേട്ടോ. ഇനി ഇതേപോലെ ലിഡ് ഇട്ട് കൊടുക്കുക. ലോക്ക് ചെയ്യണം കേട്ടോ, അത് മറക്കരുതേ. ഇനി അടിച്ചു കൊടുക്കുക. കണ്ടില്ലേ? അപ്പോൾ ടൊമാറ്റോ ഇതേപോലെ ആയി കിട്ടും. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഫ്രഞ്ച് ഫ്രൈസിലേക്കൊക്കെ നമ്മൾ പൊട്ടാറ്റോ അരിയുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസ്ക്കാണ് എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? ഈ ഒരു സ്റ്റാർ ഭാഗം താഴത്തേക്കായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ? ഇതേപോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ ലോക്കായ പോലെ അത് ഇരിക്കുന്നുണ്ടാവും കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ. ഇനി നമ്മൾ ഈ ലിഡ് കൊണ്ട് ലോക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ കണ്ടില്ലേ ഇതേപോലെ ഇവിടെ ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊട്ടാറ്റോ ഇതേപോലെ വളരെ സിമ്പിളായിട്ട് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ നല്ല രസത്തിലായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു 2 ഡിസ്ക്കാണുള്ളത്. ഇത് ഞാൻ കാണിച്ചു തരണ്ടേ. ഇത് 2 സൈഡും യൂസ്ഫുള്ളാണ്. ഒരു സൈഡ് നമ്മൾ സ്ലൈസ് ചെയ്യാനും ഒരു സൈഡ് നമ്മൾ ഗ്രേറ്റ് ചെയ്യാനുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഡിസ്കിൻ്റെ സൈസുകൾ, അതായത് നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിൻ്റെ സൈസുകൾ മാത്രം വ്യത്യാസമുള്ളൂ കേട്ടോ. ചോപ്പ് ചെയ്യാനും ഗ്രേറ്റ് ചെയ്യാനും വെച്ചിട്ട് എങ്ങനെ ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരണ്ടേ. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മൾ ആ ഒരു ടൂളിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ഇതിലേക്ക് സവാള ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടെ നമ്മളെ സവാള സ്ലൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്യുന്ന ഭാഗം ആണ് ഫ്രണ്ടിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമ്മളെ സവാള സ്ലൈസ് ആയിട്ട് കിട്ടി. ഇനി ഞാൻ ഇതേപോലെ ക്യാരറ്റും ഇട്ട് കാണിച്ചു തരണ്ട് കേട്ടോ. ഇതേപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. കണ്ടില്ലേ? നമ്മളെ ക്യാരറ്റും ആയി കിട്ടി. ഇത് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഇങ്ങനെയൊക്കെ ആയി കിട്ടുമ്പോൾ കുറേ ഉപകാരങ്ങളുണ്ട് കേട്ടോ. ഇനി നമുക്കിതെങ്ങനെ ഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഡിസ്ക് മറ്റേ സൈഡിലേക്കാക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാൻ ക്യാരറ്റ് ഇട്ടിട്ട് കാണിച്ചു തരണ്ടേ. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ക്യാരറ്റ് ഇതേപോലെ എന്ത് രസമാണല്ലേ നമ്മളിങ്ങനെ ആയി കിട്ടുമ്പോൾ. ഞാൻ ഇതേപോലെ മറ്റേ ഡിസ്ക് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസം വരുന്നു എന്നേ ഉള്ളൂ. 2 ഡിസ്ക് ഉണ്ട് നമുക്ക് ഇതിൽ. 2 സൈഡും യൂസ്ഫുള്ളാണ് കേട്ടോ. ഇതിൽ ഞാൻ കുക്കുംബർ ഇട്ടിട്ടുള്ളത് കാണിച്ചു തരുന്നത്. കുക്കുംബർ വെച്ച ശേഷം നമുക്ക് ഇതേപോലെ കണ്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മളെ കുക്കുംബറും ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് കിട്ടുന്ന മറ്റൊരു ഐറ്റമാണിത്. ജ്യൂസ് ഒക്കെ ആക്കാനായിട്ട്. ഇത് നമ്മളെ ഫ്രഷ് വെജിറ്റബിൾസ് അതുപോലെ അനാറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല സുഖത്തിൽ ജ്യൂസായിട്ട് കിട്ടാൻ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. ഇതിന് നമ്മൾ ഈ ഒരു ലിഡാണ് യൂസ് ചെയ്യുന്നത്. കണ്ടില്ലേ? ഇതിൽ ലിഡ് നമ്മളെ അകത്തേക്കായിട്ടാണ് ഇതിൻ്റെ മൂടി. കണ്ടില്ലേ? മറ്റേത് പുറത്തേക്കല്ലേ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ലിഡാണ് നമുക്കിതിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ 2 ബൗളുണ്ട്. ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അടിച്ചു കൊടുക്കുക. നമ്മൾ ഇത് ശരിക്കും അരഞ്ഞിട്ട് നമ്മൾ ആ അടിയിലത്തെ ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ആ ഒരു ജ്യൂസ് കിട്ടുന്നതായിരിക്കും.
നെക്സ്റ്റ് നമുക്കിതിൽ മുസമ്പി അങ്ങനത്തെ ഐറ്റംസൊക്കെ ആക്കുന്ന ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. കണ്ടില്ല, ഇതേപോലെ ലോക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു ഇതേപോലെ വെച്ച് കൊടുക്കുക. മുസമ്പി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തിരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ സൈഡിൽ നിന്നുള്ളതൊക്കെ നീര് ഇതിലേക്ക് വരും. അപ്പോൾ നല്ല ഫ്രഷ് ജ്യൂസ് നമുക്ക് കിട്ടും ചെയ്യും. നമുക്ക് കൈ മുറിയോ അങ്ങനത്തെ പേടിയൊന്നും വേണ്ട കേട്ടോ, കാരണം ഇത് പ്ലാസ്റ്റിക്കാണ്. അപ്പോൾ സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മളെ ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നതാണ് ഏറ്റവും ഉപകാരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇതിൻ്റെ ബ്ലേഡ് ഇട്ടെടുക്കുന്നുണ്ട്. ഇത് ഡോ ബ്ലേഡാണ്, അധികം ഷാർപ്പായിട്ടുള്ള ഒന്നല്ല കേട്ടോ. ഇതിട്ട ശേഷമാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ ആട്ടപ്പൊടി ഇട്ടെടുക്കുന്നത്. ആട്ടപ്പൊടി മാത്രമല്ല, നമുക്ക് നമ്മളെ മൈദ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിത് ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ആട്ടപ്പൊടിയിലാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പൊടി പോകാണ്ടൊക്കെ നോക്കുക. ജസ്റ്റ് ഒന്ന് ഞാൻ അവിടെ തട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആ ലിഡ് വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. നമുക്ക് പുഷർ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെക്കാം, പൊടി തെറിക്കാണ്ടിരിക്കാൻ വേണമെങ്കിൽ വെച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ആ ഉപ്പും പൊടിയൊന്ന് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ചെറു ചൂട് വെള്ളം ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ മാവായ ശേഷം ഇതിങ്ങനെ കുറേ അടിച്ചുകൊണ്ടിരിക്കരുത്, ബ്ലേഡ് പൊട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം എത്രയാണോ ആ ഒരു ഇത്രയിലേക്ക് ഇട്ട് കൊടുക്കുക പൊടിയൊക്കെ, അല്ലാതെ കുറേ പൊടി തിക്കി നിറച്ചിട്ട് ഇട്ട് കൊടുക്കരുത്. കണ്ടില്ലേ, നമ്മൾ ഇവിടെ മാവ് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിലാക്കിയിട്ടൊക്കെ ഇതിൽ നിന്ന് എടുക്കുക. അപ്പോൾ നമ്മളെ കയ്യിൽ ഒട്ടാണ്ടൊക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ചെയ്യുമ്പോൾ നല്ല സ്പീഡിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. പിന്നെ വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിക്കുക, കുറേ വെള്ളമൊന്നും എടുത്ത് ഒഴിക്കരുത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ കണ്ടില്ലേ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ക്ലീൻ ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ ഓയിൽ തേച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ്. നെക്സ്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ജാറാണ് കേട്ടോ. ഈ ജാറെന്ന് പറയുന്നത് ബ്ലെൻഡറാണ്. നമുക്ക് മാവ് അരക്കുക അങ്ങനത്തെ ഐറ്റംസിനൊന്നും പറ്റില്ല, പച്ചരി അരക്കുക അങ്ങനത്തേനൊന്നും പറ്റില്ല. പക്ഷേ മറ്റ് കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണിത്. ജസ്റ്റ് ഇതേപോലെ വെച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിന് നമുക്ക് പിന്നെ ആ ടൂളിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ ഒപ്പമുള്ള ഇതാണ്. ഇതിൽ നമുക്ക് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു, മസാലകളൊക്കെ പൊടിക്കാനായാലും ചട്നി അങ്ങനത്തെ ഐറ്റംസിനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ മൊത്തത്തിൽ വളരെയധികം യൂസ്ഫുള്ളുള്ള ഒരു ഫുഡ് പ്രോസസ്സറാണ് നമ്മളിപ്പോൾ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത്. കെൻവുഡ് എന്ന ബ്രാൻഡാണ് കേട്ടോ നമ്മളിവിടെ വാങ്ങിച്ചിട്ടുള്ളത്, 900 വോൾട്ടിൻ്റെ. പിന്നെ നിങ്ങളെല്ലാവരും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാങ്ങുമ്പോൾ നിങ്ങളിതൊക്കെ എല്ലാം നമുക്ക് ഇതേപോലെ എല്ലാ ഫെസിലിറ്റീസും ഉള്ളതാണോ എന്നൊക്കെ നോക്കുക. അതുപോലെ തന്നെ സ്പെഷ്യലി മാവ് കുഴക്കാനുള്ള ആ ഒരു ഇതുണ്ടോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ വാങ്ങണം. അപ്പോഴാണ് ഒന്നുകൂടി നമുക്ക് ആ വാങ്ങിച്ചതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യുക. പിന്നെ താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടൺ അമർത്തിയെങ്കിൽ പുതിയ വീഡിയോസൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടും. ബെല്ലൈക്കൺ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒരുമിച്ച് അടിക്കുക. അപ്പോഴാണ് കേട്ടോ എല്ലാ വീഡിയോസും വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.